ഓം ശാന്തി. ഞാൻ എല്ലാ മെത്തേഡുകളും നോക്കി. 2 കപ്പ് മെത്തേഡ് നോക്കി, 555 മാനിഫെസ്റ്റേഷൻ നോക്കി, 24 hours മാനിഫെസ്റ്റേഷൻ നോക്കി, കഴിഞ്ഞ ദിവസം സിസ്റ്റർ പറഞ്ഞെന്ന കാര്യം നോക്കി. എന്നിട്ടും എന്തേ എനിക്കിത് നടക്കാത്തത്? സിസ്റ്റർ ഒരു ഉത്തരം തരുമോ? ഇത് ഇന്ന് കമൻറ്റിൽ വന്നതായിരിക്കുന്ന ഒരു കമൻ്റാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഒറ്റ കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മളെന്തോ അതാണ് നമ്മളിലേക്ക് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. ഒരു കണ്ണാടി മുന്നിൽ നിങ്ങൾ എന്ത് വെക്കുന്നോ ആ കണ്ണാടിയിൽ നിങ്ങളുടെ തന്നെ പ്രതിരൂപം കാണും. അതുപോലെയാണ് നമ്മുടെ ജീവിതത്തിലുള്ള എന്ത് കാര്യങ്ങൾ നടക്കുന്നുണ്ടോ അത് നമ്മുടെ തന്നെ പ്രതികരണമാവാം. ഒരു പക്ഷേ ഇന്ന് നടക്കുന്ന ഈ സംഭവങ്ങളിൽ എൻ്റെ ഉള്ളിലുള്ളത് എന്ന് ഞാൻ പറയുമ്പോൾ പലപ്പോഴും നമ്മൾ സത്യസന്ധമായിട്ട് ജീവിച്ചിട്ടും ചില ചതിക്കുഴികളിൽ പെട്ടുപോയി. ഞാൻ ഒരാളുടെയും പൈസ തട്ടിക്കണമെന്ന് വിചാരിച്ചൊന്നും ചെയ്തില്ല, പക്ഷേ എല്ലാം തകർന്നു പോയി, ഞാൻ അറിയാതെ കുരുങ്ങിപ്പോയി. ഇങ്ങനെയുള്ള പല പല സാഹചര്യങ്ങളും നമ്മുടെ ഉള്ളിലേക്ക് വരും. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ കുരുങ്ങിക്കൊണ്ട് മനസ്സ് പൂർണ്ണമായിട്ട് വേദന കൊണ്ട് വ്രണിതമായി കഴിയുമ്പോൾ, തകർന്നു പോകുന്നൊരവസ്ഥ വരുമ്പോൾ പിന്നെ എങ്ങനെയാണ് എന്നെ ഞാൻ കാണുന്നു എന്ന് പറയുന്നത് എന്നും ചോദ്യം വരും. ഇത് ഒരു കാര്യം 100% ഉറപ്പാണ്. നമ്മൾ ആരും തന്നെ ഈ ഒരു ശരീരത്തിലേക്ക് വരുന്ന സന്ദർഭത്തിൽ അല്ലെങ്കിൽ ഈ ഒരു ജന്മം എടുക്കുന്ന സമയത്ത് ഈ ശരീരം കൊണ്ട് അസ്ഥി മജ്ജ മാംസം കൊണ്ടുണ്ടാക്കിയ പഞ്ചഭൂതങ്ങൾ കൊണ്ടുണ്ടാക്കിയ ഒരു വസ്തു മാത്രമല്ല ഞാനെന്ന് പറയുന്നത്. ഇതിനുള്ളിൽ ഒരു സചേതനമായിരിക്കുന്ന, ഇതിൻ്റെ ഉള്ളിൽ ഒരു സചേതനമായിരിക്കുന്ന ഒരു ശക്തിയുണ്ട്. ഇതിന് ജീവൻ പകരുന്ന, ഇതിനങ്ങനെ സംസാരിക്കാൻ സഹായിക്കുന്ന, ഇതിനെ ഈ കണ്ണുകൾ കൊണ്ട് കാണാൻ സഹായിക്കുന്ന, ഇതിനെ ചിന്തിക്കാൻ സഹായിക്കുന്ന, പ്രവർത്തിക്കാൻ സഹായിക്കുന്ന അതിസൂക്ഷ്മമായൊരു ശക്തി. ആ ശക്തി ഈ ഒരു ഉടുപ്പെടുക്കും മുന്നും മറ്റ് പല ഉടുപ്പുകൾ അഥവാ ശരീരങ്ങൾ ധരിച്ചുകൊണ്ട് പല നാടുകളിൽ പല രീതിയിലുള്ള കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട്. തിരിച്ചു പോയിട്ട് അതെന്ത് നോക്കാൻ നമുക്കാർക്കും സാധ്യമല്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, എന്ന് കരുതി ഇന്നലെകളിൽ നഷ്ടപ്പെട്ടു പോയ ആ കാര്യങ്ങളിൽ സങ്കടപ്പെട്ടിരിക്കാനുള്ളതല്ല നമ്മുടെ ജീവിതം. ഇന്ന് ഈ നിമിഷം അഥവാ നമ്മൾ കുഴിയിലാണെങ്കിൽ പോലും ഞാനൊരു കാളയുടെ കഥ ഓർത്തു പോകും. ഏതോ ഒരു കർഷകൻ ഒരു കാളേനെ അതിനി ഭാരം വലിക്കാനൊന്നും സാധ്യമല്ല, ഇനി ഇതിനെക്കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് കണ്ടുകൊണ്ട് അയാൾ ആ കാളേനെ ഒരു പൊട്ടക്കിണറ്റിൽ തട്ടിയിട്ടു. ആ കാള വിചാരിച്ചത് അത് പൊട്ടക്കിണറ്റിൽ വീണുപോയതാണ്. അവിടെ കിടന്നത് ഒരുപാട് കരഞ്ഞു നോക്കി രക്ഷപ്പെടാൻ വേണ്ടിക്കൊണ്ട് അതിൻ്റെ ഓണർ വന്നതുമില്ല, അതിനെ രക്ഷിച്ചതുമില്ല. ആ വഴിക്ക് പോകുന്ന കുറച്ച് നാട്ടുകാർ ആ കാളയുടെ കരച്ചിൽ കേൾക്കുകയാണ്. അപ്പോൾ വിചാരിച്ചു, ഈ മൃഗം ഇതിനുള്ളിൽ കിടന്നെങ്ങാൻ ചത്ത് ചീഞ്ഞ് നാറിയാൽ നമുക്ക് ഭയങ്കര പ്രശ്നമായി മാറും. ഒരു കാര്യം ചെയ്തേക്കാം, ഇതൊരു പൊട്ടക്കിണറല്ലേ, നമുക്ക് ഈ കിണറിനെ അങ്ങ് മണ്ണിട്ട് മൂടാമെന്ന് നിശ്ചയിക്കുകയാണ്. അങ്ങനെ ഓരോരുത്തരായിട്ട് കുറച്ച് ആൾക്കാർ കൂടി അവിടെ കിടന്ന സൈഡ് ഭാഗത്ത് കുറച്ച് പൊന്തിക്കിടക്കുന്ന മണ്ണുണ്ടായിരുന്നു. റോഡ് നിരപ്പായി, വഴിയൊക്കെ സ്ഥലമൊക്കെ നിരപ്പായി കിട്ടുകയും ചെയ്യും, ഈ പൊട്ടക്കിണർ മൂടുകയും ചെയ്യും. ഇനി ഇതിലാരും വീഴുകയും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഓരോരുത്തരായിട്ട് ഓരോ കൊട്ട മണ്ണ് ആ ഒരു കിണറ്റിൽ കൊണ്ടുപോയിട്ട് ഇടുകയാണ്. ഈ കാള എന്ത് ചെയ്യും? ഓരോ കൊട്ട മണ്ണ് വീഴുമ്പോഴും അതിൻ്റെ മേലെ മണ്ണ് വീഴായി ഒന്നുമില്ല, അതൊന്ന് കുടഞ്ഞു കളഞ്ഞിട്ട് ആ മണ്ണിൻ്റെ മേലെ കയറി നിൽക്കും. അങ്ങനെ നാട്ടുകാർ ആ കിണർ മൂടിക്കഴിയുമ്പോഴത്തേക്കും അത് കിണറിന് മേലെ എത്തി, അതതിൻ്റെ യജമാനൻ്റെ വീട്ടിലേക്ക് തിരിച്ചുപോയി. ജീവിത സാഹചര്യത്തിൽ ഇത്തരത്തിൽ ഒരു പക്ഷേ അറിയാതെ നമ്മൾ കുഴിയിൽ വീണു പോകുമ്പോൾ അഥവാ ഉപേക്ഷിക്കപ്പെടുന്ന സന്ദർഭം വരുമ്പോൾ, കഷ്ടകാലം വരുമ്പോൾ ആരും നമുക്ക് കൂട്ടു നിന്നോളെന്ന് യാതൊരു നിർബന്ധം ഉണ്ടാവില്ല. പക്ഷെ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് അതിനെ നല്ലതിലേക്ക് മാറ്റാൻ വേണ്ടിക്കൊണ്ടൊരു പ്ലാൻ ചെയ്യാൻ സാധിക്കുമെങ്കിൽ, നമ്മളെ നമുക്ക് മനസ്സിലാക്കിക്കൊണ്ട് എൻ്റെ ഉള്ളിൽ എന്തുകൊണ്ട് എന്ത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ മിററിൻ്റെ ഉള്ളിൽ കാണുന്ന എന്നെ ഞാൻ വെറുക്കാതെ പഴിക്കാതെ എൻ്റെ ഉള്ളിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ നല്ല നാളെ കൊണ്ടുവരാൻ സാധിക്കുമെന്ന് യാതൊരു സംശയവുമില്ല. അതിനു വേണ്ടിയുള്ള ഒരു ഐ ഓപ്പണറാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ ചെയ്യുന്നതായിട്ടുള്ള ഈ വീഡിയോ. ഒന്നാമത്തെ കാര്യം മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ റിലേഷൻസ് ആവട്ടെ, അല്ലെങ്കിൽ നമ്മുടെ പേരൻസ് ആവട്ടെ, നിങ്ങളുടെ ഫ്രണ്ട്സ് ആവട്ടെ, ഇതെല്ലാം തന്നെ പണ്ട് ചെയ്ത് വെച്ചതിൻ്റെ ഒരു കണ്ണാടിയോ അഥവാ വന്ന ശേഷം ചെയ്ത കർമ്മങ്ങളുടെ ഒരു കണ്ണാടിയോ ആയിരിക്കാം. ഒരു പ്രതിഫലനമാണത്. അതിൽ നിന്ന് മാറാൻ വേണ്ടിക്കൊണ്ട് ഇന്ന് നമുക്ക് നമ്മുടെ തുടക്കത്തിലേക്കൊന്ന് യാത്ര ചെയ്ത് നോക്കാം. നിങ്ങൾ 20 വയസ്സുള്ള ആളായിക്കോട്ടെ, 80 വയസ്സുള്ള ആളായിക്കോട്ടെ, 60 വയസ്സുള്ള ആളായിക്കോട്ടെ, എല്ലാം നഷ്ടപ്പെട്ട് ശൂന്യതയിൽ നിൽക്കുന്ന ആളായിക്കോട്ടെ, എന്തുമായിക്കോട്ടെ, അതിനെല്ലാം മാറ്റി വെച്ചുകൊണ്ട് ഫുൾ സ്റ്റോപ്പ് ഇട്ടുകൊണ്ട് കുറച്ച് സമയം നിങ്ങൾ എൻ്റെ കൂടെ യാത്ര ചെയ്യൂ. ആദ്യം നമ്മളോട് ചോദിച്ചു നോക്കൂ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ ആരംഭത്തിലേക്കൊരു യാത്ര.
കൊച്ചു കുഞ്ഞായിരിക്കുന്ന ന്യൂറോ സയൻസ് പറയുന്നത് ഒരു കൊച്ചു കുഞ്ഞ് ജനിച്ച് 0 to 2 വയസ്സ് വരെയുള്ള സമയം നോക്കിയാൽ ആ കുഞ്ഞിൻ്റെ ഉള്ളിൽ ഡെൽറ്റ വേവ്സ് ആണ്. 3 മുതൽ 6 വയസ്സ് വരെയുള്ള നോക്കിയാൽ അവരുടെ ബ്രെയിനിൽ തീറ്റ വേവ്സ് ആണ് വരുന്നത്. ഡെൽറ്റയിലും തീറ്റയിലും അതിന് യാതൊരു രീതിയിലുള്ള അനലൈസേഷൻ ഇല്ല, വിശകലനങ്ങളേ ഇല്ല. നിങ്ങളൊരു കൊച്ചു കുഞ്ഞിനോട് നിനക്കിങ്ങനെ പറക്കാമെന്ന് പറഞ്ഞു കൊടുത്താൽ ആ കുഞ്ഞ് പറക്കാൻ ശ്രമിക്കും. അതിൻ്റെ ഉദാഹരണമാണ് എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ കാണുന്ന ഒരു സീരിയൽ ഉണ്ടായിരുന്നു, ശക്തിമാൻ എന്ന് പറയുന്നതായിട്ടുള്ളൊരു സീരിയൽ. ആ ശക്തിമാനാകുന്ന കഥാപാത്രം മുകേഷ് ഖന്ന തൻ്റെ കൈ ഇങ്ങനെ പിടിച്ച് വട്ടം കറങ്ങിക്കൊണ്ട് മേലെ നിന്ന് പറന്നു പോകുന്നത് കാണുമായിരുന്നു. പല കുഞ്ഞുങ്ങളും അത്തരത്തിൽ ഹൈറ്റ്സിൽ കയറി നിന്ന് കൈ പിടിച്ച് വട്ടം കറങ്ങി തിരിയാൻ നോക്കിയിട്ട് വീഴുകയും ആപത്തുണ്ടാവുകയും ചെയ്തിട്ട് അതേ കഥാപാത്രം തന്നെ പ്രോഗ്രാമിൻ്റെ എൻഡിൽ ഇത് നിങ്ങൾ ഇങ്ങനെ പറക്കാൻ ശ്രമിക്കരുത്, അത് ശക്തിമാൻ്റെ മാത്രമാണ് എന്നൊരു മെസ്സേജ് തരുന്നത് ഞാൻ ഇന്നും ഓർത്തു പോകും. ആ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് അറിഞ്ഞൂടാ, കൈ പിടിച്ച് വട്ടം കറങ്ങിയ ശക്തിമാൻ പറഞ്ഞ പോലെ പറക്കില്ല എന്ന് അവർ വിശ്വസിച്ചു പോയി. വിശകലന ശക്തി അവരുള്ളിലില്ലായിരുന്നു. ഇതുപോലെ ജനനം മുതൽ 6 വയസ്സുവരെ യാതൊരു വിശകലനത്തിൻ്റെ ശ്രദ്ധകളും ഇല്ലാതെ എന്ത് കാണുന്നു എന്ത് കേൾക്കുന്നു അതെല്ലാം ശരി എന്ന് പറഞ്ഞുകൊണ്ട് അഥവാ അതാണ് സത്യം എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ യാത്ര ആരംഭിച്ചത് തന്നെ. 7 മുതൽ 12 വയസ്സ് വരെയുള്ള സമയത്ത് ആൽഫ വേവ്സിൽ വരുമ്പോഴത്തേക്കും നമ്മുടെ ബോധ മനസ്സ് പ്രവർത്തനം ആരംഭിക്കുകയായി, അതിൻ്റെ വികാസനം നടക്കുകയായി. അതുകൊണ്ട് സാധാരണ ജീവിതത്തിൽ നിങ്ങൾ നോക്കിക്കോളൂ, 7 വയസ്സ് വരെയുള്ള കുഞ്ഞിന് 6 വയസ്സ് വരെയുള്ള പ്രായത്തിൽ എന്ത് പറഞ്ഞാലും അതെല്ലാം അതിന് സത്യമാണ്. ഒരു പൂവെടുത്ത് കാണിച്ചിട്ട് മോനെ ഇത് പൂവല്ല ഇത് വേറൊരു സാധനമാണെന്ന് പറഞ്ഞാൽ ആ കുട്ടി അതും വിശ്വസിക്കും. എന്തെങ്കിലും ഒരു സാധനം ഒരു ഷേപ്പ് മാറ്റി മടക്കി കൊടുത്ത് വേറൊരു പേര് പറഞ്ഞ് കഴിക്കാൻ പറഞ്ഞാൽ കുഞ്ഞത് സന്തോഷമായിട്ട് കഴിച്ചോളും. കാരണം അവനവിടെ വിശകലനമില്ല. 7 വയസ്സ് കഴിഞ്ഞ ശേഷമാണെങ്കിൽ ഇതെന്താ അങ്ങനെ ഇതെന്താ ഇങ്ങനെ എന്ന് പലതും കുട്ടി ചോദിക്കാൻ തുടങ്ങും. അവൻ്റെ ബോധ മനസ്സിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നത് കൊണ്ട് 12 വയസ്സ് വരെയൊക്കെ ഇതും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ നമ്മുടെ നാട്ടിലെ 99% വരുന്ന സാധാരണ ജനത അഥവാ മധ്യവർഗ വിഭാഗമായിരിക്കുന്ന മിഡിൽ ക്ലാസ് ഫാമിലിയിലെ കുട്ടികൾ നോർമൽ ഫാമിലിയിലാണെങ്കിൽ അച്ഛൻ രാവിലെ പോകുന്നു, അധ്വാനിച്ച് രാത്രി കൊണ്ടുവരുന്നു, ആ കഷ്ടപ്പെട്ട് കൊണ്ടുവരുന്നതായിട്ടുള്ള പൈസ കൊണ്ട് രണ്ടറ്റവും മുട്ടിച്ചുകൊണ്ട് ഒരു വിധമൊക്കെ ജീവിക്കുന്ന യാത്രയാണ് 90% ഫാമിലികൾ നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് അവരുടെ ഉള്ളിൽ ഓട്ടോ പൈലറ്റ് മെത്തേഡിലേക്ക് ഒരു 10-15 വയസ്സ് കഴിയുമ്പോഴത്തേക്കും എന്തൊക്കെ റെക്കോർഡായോ അത് ഓട്ടോ ആയിട്ട് പ്ലാൻ ചെയ്യുന്ന സമയം വരുമ്പോഴത്തേക്കും ജീവിതം എന്ന് പറയുമ്പോൾ അന്നന്ന് പോയിട്ട് പണിയെടുത്ത് കൊണ്ടുവരും. ഞാൻ ഇപ്പോഴും ഓർമ്മിക്കും, ഒരു ഹൈ ലെവൽ ഒരു ഫ്യൂച്ചർ ലൈഫിനെ കുറിച്ച് ഒരു കുട്ടിയോട് ഞാൻ സംസാരിച്ചപ്പോൾ ഒക്കെ യെസ് പറയും. കുറച്ച് കാലം കഴിഞ്ഞ് ചെറിയൊരു പ്രശ്നം വന്നപ്പോഴത്തേക്കും ഞാൻ കണ്ടിട്ടുള്ളത് എൻ്റെ അച്ഛൻ അന്നന്ന് പോയിട്ട് പണിയെടുത്തുകൊണ്ട് വൈകുന്നേരം വരുമ്പോൾ വലുതും വാങ്ങിക്കൊണ്ടുവരും, സന്തോഷമായി നമ്മൾ തിന്നുകയും കുടിക്കുകയും ആഘോഷിക്കുകയും ചെയ്യും, അതാണ് ജീവിതം എന്നോട് തിരിച്ചു പറഞ്ഞ് ഞാൻ ഓർത്തു പോകും. കാരണം ജീവിതത്തിൻ്റെ ഒരു റെക്കോർഡ് ഇത് വെച്ചത് അതാണ്. രാവിലെ മുതൽ വൈകുന്നേരം വരെ കഷ്ടപ്പെടൂ, എന്നിട്ട് കിട്ടുന്ന കുറച്ച് പൈസ കൊണ്ടുവന്നുകൊണ്ട് രണ്ടറ്റം മുട്ടിച്ചുകൊണ്ട് കഷ്ടപ്പെട്ട് ജീവിക്കൂ. ഇതാണ് സമ്പന്നതയെക്കുറിച്ച്, സമ്പത്തിനെക്കുറിച്ച്, ധനത്തിനെക്കുറിച്ച് നമ്മളെല്ലാവരുടെയും ഉള്ളിൽ വരുന്നതായിട്ടുള്ള ചിന്താധാര. കുറച്ചുകൂടെ പറഞ്ഞാൽ ഇനി എന്തെങ്കിലും ഒരു ഭാഗ്യദോഷം കൊണ്ടെന്ന് പറയട്ടെ, സാമ്പത്തികമായിട്ട് ഒരുപാട് കഷ്ടപ്പാട് അനുഭവിച്ചിട്ടാണ് ഒരു കുട്ടി വളരുന്നതെങ്കിൽ മുത്തശ്ശനും മുത്തശ്ശിയും അച്ഛനും അമ്മയും ഒക്കെ ഒരു ടൂർ പോട്ടേന്ന് ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു സാധനം എക്സ്ട്രാ വേണമെന്ന് കുട്ടി ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പറയും, മോനെ പൈസ മരത്തിൻ്റെ മേലെ ഉണ്ടാവുന്ന ഇലയല്ല, അല്ലെങ്കിൽ പൈസ കുഴിച്ചെടുക്കണ സാധനമല്ല, അത് ഒത്തിരി കഷ്ടപ്പെട്ടുണ്ടാക്കണ സാധനമാണ്, അതുകൊണ്ട് ഇതൊന്നും നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യമല്ല. കുട്ടിയുടെ മറുപടി, എൻ്റെ കൂട്ടുകാരൻ്റെ അച്ഛൻ നല്ല പൈസയുണ്ട്, അവനെല്ലാം കിട്ടുമെന്ന് പറയുമ്പോൾ അതെ പൈസ ഉണ്ടാക്കലൊന്നും അത്ര നല്ല വഴിക്ക് ആർക്കും ആ പൈസ ഉണ്ടാക്കാൻ പറ്റില്ല. രണ്ടാമത് റെക്കോർഡായി സത്യത്തിൻ്റെ മാർഗത്തിൽ ഒരിക്കലും ധനം ഉണ്ടാക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് തൻ്റെ ആ ഒരു ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്തതായിരിക്കുന്ന ചിന്തകളിൽ നിന്നുപരിയായിക്കൊണ്ട് ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ ആഘോഷിക്കാനോ അല്ലെങ്കിൽ അതിനപ്പുറത്തൊന്ന് ചിന്തിക്കാൻ പോലും മാക്സിമം ആ കുട്ടി ചിന്തിക്കും, എനിക്ക് ഇങ്ങനെ കഷ്ടപ്പെടാൻ പറ്റില്ല, പഠിച്ചൊരു നല്ല ഉദ്യോഗം വാങ്ങിക്കൊണ്ട് അതിൽ ജീവിക്കണം, മാക്സിമം അവൻ്റെ ഡ്രീം അതിൻ്റെ അപ്പുറത്തേക്ക് പോവുകയില്ല. അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ നമ്മൾ നോക്കിയാൽ അതിൻ്റെ അപ്പുറത്ത് പോകുന്നതായിട്ടുള്ള ആളുകൾ 1% പോലും നമുക്ക് കാണാനും സാധ്യമല്ല. ഇത് മറ്റൊന്നും കൊണ്ടല്ല, നമ്മൾ ജീവിച്ച് പഠിച്ച് വളർന്നു വന്ന പേഴ്സണാലിറ്റി, നിങ്ങളുടെ ഉപബോധ മനസ്സുകൾ ഉണ്ടാക്കി വെച്ച ചിത്രങ്ങൾ, ആ ചിത്രങ്ങളുമായി നമ്മൾ അവനവനെ ചേർക്കുന്നു. അത് ചേർന്നില്ലെങ്കിൽ വിഷമിച്ചുകൊണ്ട് അതേ ചിത്രം വീണ്ടും ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. അവിടെ ചെന്ന് മുട്ടുമ്പോൾ ഐ ആം ഹാപ്പി, ഞാനിപ്പോൾ കംഫർട്ടബിൾ എന്ന് ചിന്തിക്കുന്ന ലെവലിലാണ് നമ്മുടെ ജീവിതയാത്ര. അതുകൊണ്ടാണ് ഇത്തരത്തിൽ റെക്കോർഡായിപ്പോയ കാര്യങ്ങളുണ്ടല്ലോ, അത് കുറച്ച് മോശമായത് അവിടെ ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ നോർമൽ ലിവിങ്ങിലേക്ക് എത്തിക്കാനുള്ള ധനം പോലും നിങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവരില്ല. അപ്പം നിങ്ങൾ തന്നെ പറയും, എന്തേ നടക്കാത്തത്?
ചെയ്യുന്ന പറയുന്ന കാര്യത്തിൽ വിശ്വാസം കുറഞ്ഞിട്ടല്ല, അത് ചെയ്തു. പക്ഷേ നിങ്ങൾ കർമ്മത്തിൽ അത് ചെയ്യുന്നു, വെള്ളം എടുക്കുന്നു, ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കുന്നു, ആ മൊമെൻറ്റിൽ പൂർണ്ണമായിക്കൊണ്ട് സിസ്റ്റർ പറഞ്ഞ കാര്യമാണ് നടക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. പക്ഷേ അത് കഴിഞ്ഞ ശേഷം നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരുന്നതായിരിക്കുന്ന പ്രകമ്പനങ്ങൾ അതിൽ നിന്ന് നേരെ വിപരീതമായതാണ്. വേറൊരു ദിവസം ഞാൻ നിങ്ങളോട് പറഞ്ഞതായിട്ട് ഓർമ്മിക്കും. സങ്കടം എന്ന് പറയുന്നത് ഏറ്റവും ലോ ലെവൽ വൈബ്രേഷൻ ആണെങ്കിൽ ഹാപ്പിനെസ് എന്ന് പറയുന്നത് ഏറ്റവും ഹൈ ലെവൽ വൈബ്രേഷനാണ്. സ്നേഹം എന്ന് പറയുന്നത് ഏറ്റവും ഹൈ ലെവൽ വൈബ്രേഷനാണ്. ഹൈ ലെവൽ വൈബ്രേഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്താൽ മാത്രമേ ഹൈ ലെവൽ എനർജി നമ്മുടെ ഉള്ളിലേക്ക് വരുള്ളൂ. ഈ സൃഷ്ടി മുഴുവൻ ഊർജ്ജമാണ്. ഈ കാണുന്ന ശരീരം അത് ഊർജ്ജമാണ്, ഊർജ്ജം കൊണ്ടുണ്ടാക്കിയതാണ്, കണങ്ങൾ കൊണ്ട് നിർമ്മിച്ചതാണ്. നിങ്ങളും ഞാനും ഈ കേൾക്കുന്ന ശബ്ദം പോലും, നിങ്ങളുടെ മുന്നിൽ വരുന്ന വീഡിയോ, ഇതെല്ലാം ഊർജ്ജമാണ്. ആ ഊർജ്ജം എന്ത് നിങ്ങൾ പ്രസരിപ്പിക്കുന്നോ അത് നിങ്ങളിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന ചെയ്യും. അത് ആർക്കും മാറ്റാനാവില്ല. ഈ കാണുന്ന ദേഹത്തിൻ്റെ അഥവാ ബോധ മനസ്സിൽ നിന്ന് ഉരുത്തിരുന്നതായിട്ടുള്ള ചിന്തകൾ മാത്രമല്ല, നമ്മുടെ പ്രകമ്പനങ്ങൾ നമ്മളിൽ ഒരുപാട് പ്രഭാവം ഉണ്ടാക്കുകയും, എന്തെല്ലാം പരിശ്രമിച്ചിട്ടും എല്ലാം ടെക്നിക്ക് ചെയ്തിട്ടും ചിലർ വീഡിയോൻ്റെ താഴെ കമൻറ്റിൽ എഴുതുന്നത് ഫ്രോഡാണ്, ചെയ്ത് കാണിക്കുക എന്നൊക്കെ പറയുന്ന പലരും ഞാൻ കാണാറുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് ഒരിക്കലും ബോധർ ചെയ്യാറില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, എന്നോടൊരാൾ നിങ്ങൾക്ക് അക്കാര്യം ചെയ്യാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ഞാൻ ചിന്തിക്കാറ് അത് നിങ്ങളെ കൊണ്ടത് പറ്റില്ല എന്നാണ്, എനിക്കത് പറ്റും എന്നതാണ്. കാരണം പോസിറ്റീവ് തിങ്കിങ് എന്നെ പഠിപ്പിച്ചത് അങ്ങനെയാണ്. അവരെ അവരുടെ കണ്ണുകൊണ്ട് കാണുന്നു, ഞാൻ എന്നെ എൻ്റെ കണ്ണുകൊണ്ട് കാണുന്നു. എൻ്റെ കണ്ണുകൊണ്ട് കാണുന്നത് എൻ്റെ കാഴ്ചപ്പാടാണ്, അത് എനിക്കുള്ളതാണ്. നിങ്ങളുടെ കണ്ണുകൊണ്ട് എന്ത് കാണുന്നു, നിങ്ങളുടെ കാഴ്ചപ്പാടാണ് നിങ്ങൾക്കുള്ളതാണ്. അതുകൊണ്ട് ബി പോസിറ്റീവ്. എല്ലാ കാര്യവും നമുക്ക് ചെയ്യാൻ സാധിക്കും. ഈ തുടക്കത്തിലേക്ക് നമുക്കൊരു യാത്ര ചെയ്യണം. ഇനി എന്തായാലും അമ്മയുടെ വയറ്റിൽ പോയിട്ട് ഒരിക്കൽ കൂടെ ജനിക്കട്ടെ എന്നിട്ട് നമുക്ക് തുടങ്ങാൻ പറ്റുമോ? ഇമ്പോസിബിൾ. പക്ഷെ ഇവിടെയും നമുക്ക് തുടങ്ങാം. അമ്മയുടെ വയറ്റിൽ നിന്ന് വന്നപ്പോൾ അഥവാ ജന്മം എടുത്തപ്പോൾ നിങ്ങളിൽ വന്ന ഒരു സാധനം ബോധ മനസ്സ്, ഉപബോധ മനസ്സ്, അതിന്നും അതുപോലെ ക്രിയേറ്റീവാണ്, അതുപോലെ ആക്റ്റീവാണ്. അതിനോട് അറിഞ്ഞുകൊണ്ട് സംസാരിക്കാൻ നമുക്ക് പറ്റിയ, നമ്മളോട് സംസാരിക്കാൻ നമുക്ക് പറ്റിയാൽ, നമ്മൾ എന്തെന്ന് നമുക്കറിയാൻ പറ്റിയാൽ, എൻ്റെ ഊർജ്ജം എന്താണ്, എൻ്റെ ശക്തി എന്താണ്, എവിടെ ഞാൻ പ്രവർത്തിക്കണം എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയ, എന്തും മാറ്റിമറിക്കാം. അതിനാദ്യം ഒരു കാര്യം എനിക്ക് നിങ്ങളോട് റിക്വസ്റ്റാണ്. ജീവിതത്തിൽ എന്തെങ്കിലും നിങ്ങൾ നേടാൻ ആഗ്രഹിക്കുന്നുണ്ടോ, ആദ്യ പടി വയ്ക്കാതെ ഒരിക്കലും നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധ്യമല്ല. ജയിച്ചെല്ലാവരും സ്വന്തമാക്കിയിട്ടുള്ള അവരുടെ സ്വഭാവങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ടാവും. ഒരുപാട് നല്ല കമൻസ് എനിക്ക് തന്നിട്ടുണ്ട്. നിങ്ങളുടെ എല്ലാം കമൻസ് എന്ന ആശീർവാദം ഞാൻ സ്വീകരിക്കാറുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഒരുപാട് നന്ദിയാണ്. ഇനിയും നിങ്ങളുടെ എല്ലാം ഒരുപാട് കമൻസ് എനിക്ക് നിങ്ങൾ സപ്പോർട്ടായിട്ട് തരണം. അത് ഞാൻ എന്നെന്നും നിങ്ങളുടെ അടുത്ത് കടപ്പെട്ടവളുമാണ്. പക്ഷെ ഒരു കാര്യം മാത്രം, നിങ്ങളുടെ ആസ്വാദനത്തിൻ്റെ കമൻ്റ് എഴുതുമ്പോൾ അവനവനോട് ചോദിക്കുന്നൊരു കാര്യം, ഇതിൽ നിന്ന് ഞാൻ എത്ര ശതമാനം ചെയ്തു, ഇതിൽ എത്ര ശതമാനം ഞാൻ എൻ്റെ പ്രാക്ടിക്കൽ ലൈഫിലേക്ക് കൊണ്ടുവന്നു. ഒരൊറ്റ കാര്യം നിങ്ങൾ കൊണ്ടുവന്നിരുന്നുവെങ്കിൽ ഒരിക്കലും പശ്ചാത്തപിക്കാത്ത രീതിയിൽ നിങ്ങൾ കയറിയിട്ടുണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പാണ്. മെഡിറ്റേഷൻ എന്ന ഒരു സ്വഭാവം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഇനി അതിനും നിങ്ങൾ പൈസയൊന്നും ചെലവഴിക്കേണ്ട. തൊട്ടടുത്ത ബ്രഹ്മകുമാരി സെൻറ്ററിൽ പോയിക്കോളൂ. ഫ്രീ ഓഫ് കോസ്റ്റിൽ രാജയോഗ മെഡിറ്റേഷൻ സ്വയം ഭഗവാൻ ടീച്ചറായിക്കൊണ്ട് പഠിപ്പിക്കുന്നുണ്ട്. ഏറ്റവും ഉന്നതത്തിലും ഉന്നതമായിരിക്കുന്ന രാജയോഗ, രാജഗുഹ്യ വിദ്യായോഗം എന്നതായിരിക്കുന്ന രാജയോഗത്തിന് സിംപിളസ്റ്റ് ലാംഗ്വേജിൽ, സിംപിളസ്റ്റ് ആയിട്ടുള്ള ടെക്നിക്കിൽ നിങ്ങളെ പഠിപ്പിച്ചു തരും. വിത്ത് വിഷ്വലൈസേഷൻ ടെക്നിക്സ്, വിത്ത് ഓട്ടോ സജഷൻ, വിത്ത് അഫർമേഷൻ അവൈലബിൾ. പിന്നെ എന്തിനു വിഷമിക്കണം? പോവൂ, പഠിക്കൂ, സ്വന്തമാക്കൂ. മെഡിറ്റേഷൻ അവനവനെ കാണാനുള്ള വിദ്യയാണ്. കുറച്ച് സമയം മെഡിറ്റേഷൻ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ മെഡിറ്റേഷൻ കൊണ്ട് എല്ലാതും ആകുന്നില്ല. മെഡിറ്റേഷൻ നിങ്ങളെ അവനവനെ വിശകലനം ചെയ്യാനുള്ളതിലേക്ക് ഡോർ ഓപ്പൺ ചെയ്തു തരികയാണ്. എന്നിട്ടിരുന്ന് ചിന്തിക്കേ സ്വന്തം ജീവിതത്തെക്കുറിച്ച്. എൻ്റെ ഉള്ളിൽ എന്തൊക്കെ നഷ്ടങ്ങളുണ്ടായി, എന്തൊക്കെ നേട്ടങ്ങളുണ്ടായി, ആ സമയത്ത് എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ വാല്യൂ എന്താണ്, എങ്ങനെ ഞാൻ അവിടെ കടന്നുപോയി എന്ന് ചിന്തിക്കൂ, എന്തുകൊണ്ട് നഷ്ടപ്പെട്ടു എന്ന് ചിന്തിക്കൂ, നിങ്ങളുടെ മൂല്യത്തെ കണ്ടെത്തൂ. എന്നിട്ട് അതിനൊക്കെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇടും. ഇറ്റ് വാസ്, ഇത് പാസ്റ്റാണ്, ഇത് കഴിഞ്ഞു പോയതാണ്, ഇത് ഞാനല്ല. കഴിഞ്ഞു പോയത് എന്തോ ആയിക്കോട്ടെ, കുഴിച്ചു മൂടാനുള്ളതാണ്. നല്ല ലെസനൊക്കെ പഠിച്ചു, ഞാൻ എൻ്റെ ശക്തികളെ എടുത്തു, ഇനി എനിക്ക് മുന്നോട്ട് പോകണം. എന്നിട്ട് എനിക്കിത് കഴിയും, ഉറപ്പിച്ച് അവനോട് പറയൂ, എനിക്കിത് കഴിയും. ഒരു പക്ഷേ നിങ്ങളെ ശപിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളെ മടുത്തിട്ടുണ്ടെങ്കിൽ,
നിങ്ങൾ നിങ്ങളെ വെറുത്തിട്ടുണ്ടെങ്കിൽ, എന്നെക്കൊണ്ടതൊന്നും സാധ്യമല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ 100 തവണ എനിക്കിത് പറ്റും എന്ന് മാറ്റി പറയൂ. കാരണം നിങ്ങൾ സെൻഡ് ചെയ്തതായിട്ടുള്ള വൈബ്രേഷൻ, നിങ്ങൾ സെൻഡ് ചെയ്തതായിട്ടുള്ള ബാണങ്ങൾ അത് ഈ അന്തരീക്ഷത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കുക. തിരിച്ച് നിങ്ങളിലേക്ക് വരാതിരിക്കാൻ വേണ്ടിക്കൊണ്ട് അത് ഇങ്ങോട്ട് വരും മുന്നേ ഒരു 100 മറ വയ്ക്കൂ. ഒരു പ്രാവശ്യം നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 100 പ്രാവശ്യം പോസിറ്റീവ് പറയൂ. എന്നെക്കൊണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്തും പറ്റുമെന്ന് 100 വട്ടം പറയൂ. എനിക്ക് മടുത്തു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഹാപ്പിയസ്റ്റ് ആണെന്ന് 100 വട്ടം പറയൂ. 100 തവണ പറയൂ. നിങ്ങളുടെ ഉപബോധ മനസ്സിൻ്റെ ഉള്ളിൽ പ്രകമ്പനങ്ങൾ ജനിപ്പിക്കാൻ സാധിക്കട്ടെ. നമ്മുടെ ഊർജ്ജത്തെ റീക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കും. കഴിയുമെങ്കിൽ ദിവസവും 108 തവണ സെൻറ്ററിൽ പോയി പഠിച്ചു നോക്ക്. ഞാനൊരു വീഡിയോ ഇട്ടത് ഓർക്കുന്നുണ്ട്, വിജയമന്ത്രം എന്ന പേരിൽ. ഞാൻ മാസ്റ്റർ സർവശക്തിവാനാത്മ, സഫലത എൻ്റെ ജന്മസിദ്ധ അധികാരമാണെന്നൊരു വീഡിയോ. നിങ്ങളത് കണ്ടു നോക്ക്. നിങ്ങൾക്ക് വേറെ ഒന്നും പറ്റിയില്ലെങ്കിൽ യാത്രാ സമയത്ത് ഈവൻ ഹെഡ്ഫോൺ വെച്ചിട്ടെങ്കിലും നിങ്ങൾക്കത് കേട്ടുകൊണ്ട് ഒരു റെഡ് സ്റ്റാറും ഗോൾഡൻ സ്റ്റാറുമായി ഓരോന്നിനൊപ്പം നിങ്ങൾ വിഷ്വൽ ചെയ്തുകൊണ്ട് ആ എനർജി സ്പ്രെഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ വളരെ വേഗത്തിൽ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ഹീലിംഗ് നടക്കുക തന്നെ ചെയ്യും. റിപ്പീറ്റ് ചെയ്യൂ ഡെയിലി. ഒരു ദിവസമല്ല, 2 ദിവസമല്ല, 3 ദിവസമല്ല. ഇതിനെ നമ്മുടെ സ്വഭാവമാക്കി മാറ്റേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. ഇത് ഹീൽ ചെയ്ത് 0 to 6 6 വർഷങ്ങൾ കൊണ്ട് ഒരു കുഞ്ഞിന് ഒന്നും അറിയാത്ത പ്രായത്തിൽ എഴുതി ചേർത്ത കാര്യങ്ങളൊക്കെ മാറ്റാൻ വേണ്ടിക്കൊണ്ട് ചുരുങ്ങിയത് 6 വർഷം പരിശ്രമിച്ചോളൂ. തീർച്ചയായിട്ടും നിങ്ങളുടെ സ്വപ്നം സഫലമാവും. അല്ല, ഈ പറഞ്ഞതിൻ്റെ അർത്ഥം 6 വർഷം കഴിഞ്ഞിട്ടേ സ്വപ്നം സഫലമാവുന്നല്ല. അന്ന് കൊച്ചു കുഞ്ഞായിരുന്നു, അറിയാതെ എഴുതിയതാണ്. ഇന്ന് അറിഞ്ഞുകൊണ്ട് ഉറപ്പിച്ച് ഊന്നി വീണ്ടും നിങ്ങൾ എഴുതൂ. ആ എഴുതുന്ന വാക്കുകൾക്ക് ശക്തി കൂടുതലാണ്. മീൻസ് അറിഞ്ഞുകൊണ്ട്, വിത്ത് ഇമോഷൻ, വിത്ത് എനർജി, വിത്ത് വിഷ്വലൈസേഷൻ, വിത്ത് പവർ ഫീൽ ചെയ്യൂ, ഇമാജിൻ ചെയ്യൂ. എന്താണ് വേണ്ടതെന്ന് നിശ്ചയിക്കൂ. ഓരോ ദിവസം കഴിയുന്തോറും ഇന്നിത്, നാളെ അത്, മറ്റന്നാളത് അല്ല. ഒരു വീഡിയോ പറയുമ്പോൾ എല്ലാവരും ചോദിക്കും 3 വിഷയമുണ്ട് എനിക്ക്, 4 വിഷയമുണ്ട് എനിക്ക്. ജീവിതത്തിൽ ആയിരക്കണക്കിന് ആഗ്രഹങ്ങൾ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. നടത്തിയെടുക്കാണ്ട് അവശ്യ ലിസ്റ്റ് നോക്കിയോ 100-ലധികം ലിസ്റ്റ് എല്ലാവർക്കും ഉണ്ടായിരിക്കും. ബട്ട് പ്രയോറിറ്റി ഏതെങ്കിലും ഒന്ന്. എന്തുകൊണ്ട് ഒന്ന് എന്ന് ഞാൻ ഊന്നൽ പറയുന്നു? ഒരു കാര്യം നടന്ന് കിട്ടിക്കഴിയുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് നിങ്ങൾ പറയും എന്നെക്കൊണ്ട് പറ്റും എന്ന്. അങ്ങനെ നിങ്ങൾ പറയാൻ തുടങ്ങുമെങ്കിൽ എല്ലാം നിങ്ങൾ സ്വന്താക്കുന്ന ഉറപ്പാണ്. അതുകൊണ്ട് ആദ്യത്തെ ഒരു സ്റ്റെപ്പിൽ നമുക്ക് മാറ്റി തുടങ്ങാം. ഒരു കാര്യത്തെ നിശ്ചയിക്കൂ, ഇതെനിക്ക് ചെയ്യണം, ഇതെനിക്ക് നേടണം. അഥവാ നിങ്ങൾ വിചാരിക്കുകയാണെങ്കിൽ ഒരു വർഷം കൊണ്ട് എനിക്ക് 1 കോടി രൂപ നേടിയെടുക്കണം, ഒരു മാസം കൊണ്ട് എനിക്ക് 5 ലക്ഷം രൂപ നേടിയെടുക്കണം. യെസ്, യു ക്യാൻ ഡു ഇറ്റ്. പക്ഷേ വിശ്വസിക്കണം, എന്നിട്ട് എഴുതണം. എഴുതുമ്പോൾ നമ്മുടെ കൈകളിലൂടെ നമ്മുടെ ശരീരവുമായിട്ട്, കോശങ്ങളുമായിട്ട് ഡയറക്റ്റ് ലിങ്ക് വരികയാണ്. ഈ കണ്ണും നമ്മുടെ മനസ്സും നമ്മുടെ ബുദ്ധിയും നമ്മുടെ ശരീരവും എല്ലാം ഒരേ ഒറ്റ പോയിന്റിൽ ഏകാഗ്രമാവുകയാണ്. ഒന്നിൽ ഏകാഗ്രമാകുന്ന ഊർജം നിങ്ങളുടെ ശരീരത്തിലെ കോശങ്ങളുള്ളിലേക്ക് എനർജീനെ റിസീവ് ചെയ്യിക്കും. അത് കഴിഞ്ഞ ശേഷം ഇമാജിൻ ചെയ്യൂ, ഫീൽ ചെയ്യൂ, എന്താണ് എനിക്ക് വേണ്ടത്, എന്തിനു വേണം. 1 കോടി രൂപ വേണം. യെസ്, ഈ 1 കോടി രൂപ കിട്ടിയിട്ട് ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്? ലിസ്റ്റ് ചെയ്യൂ. എനിക്ക് ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അതിൽ നല്ല കാര്യങ്ങൾ. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയേ, ഈ പ്രകൃതിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ നടത്താൻ വേണ്ടി മാത്രം കൊണ്ട് ഈ പ്രപഞ്ചം ഒന്നും നിങ്ങൾക്ക് തരില്ല. നിങ്ങൾക്ക് തന്നെ എന്താ കാര്യം, നീ ലോകത്തിന് വേണ്ടി എന്ത് ചെയ്യുമെന്ന് ചോദിക്കും. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ ലിസ്റ്റിൻ്റെ ഉള്ളിൽ ഈ വിശ്വമംഗളത്തിന് വേണ്ടി, ലോക നന്മയ്ക്ക് വേണ്ടിയുള്ള കുറച്ച് കാര്യം തീർച്ചയായിട്ടും നിങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരിക്കണം. അതെല്ലാം ചെയ്യുന്നതായിട്ട് കണ്ട് ആസ്വദിക്കൂ. അത് പറയുമ്പോൾ ഞാൻ പറയുകയാണ്, ഇതൊക്കെ കണ്ട് ആസ്വദിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഉപബോധ മനസ്സിൽ ഇതൊക്കെ ആനന്ദിക്കാൻ തുടങ്ങുമ്പോൾ ബോധ മനസ്സ് നമ്മളോട് ചോദിക്കും, ഒരു പൈസ കയ്യില്ലാത്ത നീയാ പൈസ വന്നിട്ട് ആലോചിക്കാൻ പോകുന്നത്. ഇത് ബോധ മനസ്സിൻ്റെ ഇൻ്റർഫിയറൻസ് ആണ്. അതില്ലാതിരിക്കാൻ ഏറ്റവും നല്ല സമയം ഉറങ്ങുന്നതിനേക്കാൾ മുന്നും ഉണർന്ന ഉടനെ ഇത് പ്രാക്ടീസ് ചെയ്യൂ. അത് കഴിഞ്ഞ് ഫീൽ ചെയ്തെന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്ന സാധനം ഉണ്ടല്ലോ, അതിനെ പലതവണ ഇന്ന് ഒന്ന് ഉദാഹരണം പറഞ്ഞു നോക്കി. ഞാനിപ്പോൾ ഇവിടെ നിൽക്കുകയാണ്. എനിക്ക് ഈ ഹാളിൽ നിന്ന് പുറത്തേക്ക് പോകണമെങ്കിൽ ആദ്യം ഈ ശരീരം കൊണ്ട് ആ ഡോറ് വരെ എത്താനും ഡോറ് തുറക്കാനും പുറത്ത് നടക്കാനുമുള്ള ഫിസിക്കൽ ആൻഡ് മെൻ്റൽ എനർജി രണ്ടും ഉപയോഗിച്ചേ പറ്റൂ. അത് കഴിഞ്ഞ ശേഷം പുറത്തെത്തിയുള്ള കാഴ്ച എനിക്കറിയില്ല, ഇറങ്ങിയാലല്ലേ അറിയൂ പുറത്തെന്തെന്ന്. അതുകൊണ്ട് ഈ ശരീരത്തെ ഇവിടെ നിർത്തിക്കൊണ്ട് മെഡിറ്റേഷൻ നമുക്ക് തരുന്ന ഏറ്റവും വലിയ മാന്ത്രിക വിദ്യ അത് തന്നെയാണ്. ശരീരത്തെ ഒരു സ്ഥലത്ത് നിർത്തിക്കൊണ്ട് മനസ്സും ബുദ്ധിയും എന്നതായിരിക്കുന്ന മഹാശക്തികൾ ഉപയോഗിച്ചുകൊണ്ട് ദേഹത്തിൻ്റെ ബന്ധനത്തിൽ നിന്ന് സ്വതന്ത്രമായിക്കൊണ്ട് നിങ്ങളുടെ ഫ്യൂച്ചറിലേക്ക് പറന്നുയരാനുള്ള ശക്തി അത് നിങ്ങൾക്ക് മെഡിറ്റേഷൻ തീർച്ചയായിട്ടും തരും. എന്നിട്ട് നിങ്ങൾ അതിലേക്ക് പോകും, പൂർണ്ണമായിട്ട് അതിൽ അതെത്തി. ഐ എം എൻജോയിങ്, ഐ എം ഫീലിങ്. നിങ്ങൾ ഉദാഹരണം പറയുകയാണെങ്കിൽ 1,00,000 രൂപ നിങ്ങളുടെ കയ്യിൽ നിന്ന് വന്നു എന്ന് സങ്കല്പിക്കുകയാണെങ്കിൽ ആ പൈസയുടെ വെയിറ്റ് കയ്യിൽ ഫീൽ ചെയ്യൂ.
അതിൻ്റെ മണം നിങ്ങളെടുത്ത് നോക്ക്, അതിൻ്റെ സ്പർശനം നിങ്ങൾ ഫീൽ ചെയ്ത് നോക്ക്. അത് നിങ്ങളുടെ ഉള്ളിൽ ശരീരത്തിലും മനസ്സിലും ഉപബോധ മനസ്സിലും ഒക്കെ അതായി എന്ന ഫീലിംഗ് ക്രിയേറ്റ് ചെയ്യും. ചുരുങ്ങിയത് ഒരു ദിവസം ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യുമ്പോൾ ഇതൊക്കെ വെറും ഇമാജിനേഷനാണെന്ന് നിങ്ങൾക്ക് തോന്നാം. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, നിരന്തരമായി ചെയ്യുന്ന എന്തൊരു കാര്യമാണെങ്കിലും അത് ഉപബോധ മനസ്സ് 100% സത്യമായി നിങ്ങളെ കൊണ്ട് പുറത്താക്കും. നോക്കിക്കോളൂ, ഈ ലോകത്ത് നടക്കുന്ന പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ആയിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഒരു കാലഘട്ടത്തിൽ ഒരു മനുഷ്യന്മാർ അവരുടെ മനസ്സിനുള്ളിൽ കാണുകയും അതിൽ പൂർണ്ണമായിട്ട് വീണ്ടും വീണ്ടും കണ്ട് പരിശ്രമിച്ച് അഥവാ ഉള്ളിലിട്ട് കറക്കി നെഗറ്റീവ് വരുന്നെങ്കിൽ പരിശ്രമിച്ച് തൻ്റെ ശരീരവും മനസ്സും സമർപ്പിച്ചിട്ട് പോസിറ്റീവും വന്നു. ഇന്ന് ഈ ലൈറ്റിൻ്റെ സഹായത്തോടെ വീഡിയോ ചെയ്യുന്നെങ്കിൽ ഈ ബൾബ് കണ്ടെത്തിയാൽ അങ്ങനെ തന്നെ ചെയ്തതാണ്. ഈ ലോകത്തിൽ എന്താ വെറുതെ ആരെങ്കിലും കണ്ടെത്തിയത്? നിരന്തരമായി ചെയ്യൂ, അത് നിങ്ങളുടെ ലൈഫിൽ സത്യമായി മാറും. എത്ര വിശ്വാസത്തോടെ, എത്ര ആത്മാർത്ഥതയോടെ എനിക്ക് നേടിയേ തീരൂ എന്ന ഉറച്ച വിശ്വാസത്തിൽ നിങ്ങൾ ഈ രീതിയിൽ അവനവനെ മനസ്സിലാക്കി അവനവൻ്റെ ശക്തി എനർജി ആക്റ്റീവാക്കിക്കൊണ്ട് മെഡിറ്റേഷൻ എന്ന സാധനയിലൂടെ പരമാത്മാവുമായുള്ള കണക്ഷനിലൂടെ നിങ്ങളെ ചാർജ് ചെയ്തിട്ട് ചാർജ്ഡ് മൊമെൻറ്റ്സിൽ നിങ്ങളുടെ ആൽഫ വേവ്സ് ആക്റ്റീവായിരിക്കും. ഹയസ്റ്റ് യോഗികളുടെ ഡെൽറ്റ വേവ്സ് വരെ ആക്റ്റീവ് ആവും. അത്രയ്ക്കൊന്നും പറ്റിയില്ലെങ്കിലും ആൽഫ വേവ്സ് വരെ നിങ്ങൾക്ക് ആക്റ്റീവ് ആക്കാം. ആ മെഡിറ്റേഷൻ്റെ എൻഡിൽ നിങ്ങൾ കാണുന്നതായിരിക്കുന്ന വിഷൻ അത് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് കൊടുക്കുന്ന ഇഞ്ചക്ഷൻ പോലെ നമ്മുടെ ഉപബോധ മനസ്സിനെ ഹീൽ ചെയ്യും. അതുകൊണ്ട് ഈ രീതിയിൽ എപ്പോഴൊക്കെ നിങ്ങൾക്ക് സാധിക്കും അപ്പോഴൊക്കെ മെഡിറ്റേഷൻ ചെയ്തുകൊണ്ട് രാവിലെ മുതൽ രാത്രി വരെ ബിസി ആവുന്ന ഒരാളാണ് നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ, അങ്ങനെയാണെങ്കിൽ ഏർലി മോർണിംഗ് ആൻഡ് ബിഫോർ സ്ലീപ്പ് 2 ടൈം തീർച്ചയായിട്ടും നിങ്ങളിത് ചെയ്യൂ. ആ എനർജീനെ പകൽ പലപ്പോഴും ആ ആനന്ദമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ എങ്ങനെ വേണം? പണ്ട് എന്നെ കുത്തിപ്പറഞ്ഞൊരു വാക്ക് ഓർക്കുമ്പോൾ അറിയാതെ കണ്ണിൽ നിന്ന് വെള്ളം വരുമെങ്കിൽ, അനുഭവിച്ച ആനന്ദത്തിന് ഓർക്കുമ്പോൾ വീണ്ടും മുഖത്ത് പുഞ്ചിരി വയ്ക്കാൻ സാധിക്കുമെങ്കിൽ, ഇത്തരത്തിൽ നിങ്ങളുടെ ഉപബോധ മനസ്സിനെ ചാർജ് ചെയ്തുകൊണ്ട് കാണുന്ന ഭാവിയുടെ ചിത്രം അത് തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ വീണ്ടും വീണ്ടും ഓർക്കും തോറും ആനന്ദം തരും. അത്തരത്തിൽ ഇപ്പോഴുള്ള കഷ്ടപ്പാടിൻ്റെ മുറിയിൽ നിന്ന് നാളത്തെ ഫ്യൂച്ചറിൻ്റെ ബ്രൈറ്റ് ഫ്യൂച്ചറിൻ്റെ മുറിയിലേക്ക് ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് കയറി നിൽക്കാമെങ്കിൽ വളരെ വേഗത്തിൽ ആ ഡ്രീം നിങ്ങളിലേക്ക് വന്നു ചേരുമെന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് നിരാശപ്പെടരുത്. എഗെയിൻ ആൻഡ് എഗെയിൻ ഉണ്ടാവുന്ന സിറ്റുവേഷനുകൾ സാരമില്ല, ഈ പരീക്ഷയും കഴിഞ്ഞു, ഞാൻ മുന്നോട്ട്, എന്നെ ആർക്കും തടയാനാവില്ലെന്ന് വീണ്ടും വീണ്ടും അവനവനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് മുന്നോട്ടുള്ള യാത്ര തുടരൂ. നിങ്ങളുടെ എല്ലാ സ്വപ്നങ്ങളും നിങ്ങളുടെ ജീവിതത്തിലെ സത്യങ്ങളാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി.